ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹന ഉടമയുടെയും RC ഉടമയുടെയും ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ RCയിലും ഡ്രൈവിംഗ് ലൈസൻസിലും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടുന്നത് നിർബന്ധമാണ്. ഇത് സംബന്ധിച്ച മെസ്സേജുകളും എല്ലാവർക്കും വന്നിട്ടുണ്ടാകും. മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. സിസ്റ്റം ഉപയോഗിച്ച് ലിങ്ക് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. ലിങ്ക് കൊടുത്തിരിക്കാം. വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതും ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ ചെയ്യുന്നതിന് ഇങ്ങനെ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടുന്നത് ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. കൂടാതെ ക്യാമറ ഫൈൻ പോലെയുള്ള ഫൈനുകൾ യഥാസമയം അറിയുന്നതിനുമൊക്കെ ഇങ്ങനെ ആധാർ ലിങ്ക് ചെയ്യേണ്ടുന്നത് അത്യാവശ്യമാണ്. ഇങ്ങനെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക വഴി കൂടുതൽ ഫൈൻ അടപ്പിക്കാനുള്ള മാർഗമാണെന്നൊരു തെറ്റിദ്ധാരണ പൊതുവിലുണ്ട്. അത് ശരിയല്ല. ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇങ്ങനെ ലിങ്ക് ചെയ്യുക വഴി ഇങ്ങനെ ഉണ്ടാകുന്ന ഫൈനുകളൊക്കെ യഥാസമയം നമുക്ക് അറിയുവാനും അടയ്ക്കുവാനും സാധിക്കും. ഡ്രൈവിംഗ് ലൈസൻസും RCയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതാണ്ട് ഒട്ടുമിക്ക വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 35ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. RCയും ഡ്രൈവിംഗ് ലൈസൻസും ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിന് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് പരിവാഹൻ വെബ്സൈറ്റാണ്. ഇതിനായിട്ട് മൊബൈലിൽ ഗൂഗിൾ എടുത്ത ശേഷം പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ വെബ്സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് ലഭിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ സൈറ്റ് അഡ്രസ്സ് കൊടുത്തിരിക്കാം. ഇവിടെ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റിൻ്റെ മുകളിൽ ഇടത് സൈഡിൽ മുകളിലായി ഹോം എന്ന് കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമുക്കൊരു പോപ്പപ്പ് വിൻഡോ ലഭിക്കുന്നതാണ്. ഈ പോപ്പപ്പ് വിൻഡോയുടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2 ലിങ്കുകൾ കാണാം. വാഹൻ എന്നും സാരഥി എന്നും 2 ലിങ്കുകൾ കാണാം. ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അതെപ്പോഴും സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മളിവിടെ അതിനോട് ചേർന്ന് കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്താണ് ചെയ്യുന്നത്. ഇവിടെ വാഹൻ എന്നതിന് താഴെയായി കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് RCയും ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലുമായി ലിങ്ക് ചെയ്യിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെ സാരഥി എന്നെഴുതിയിരിക്കുന്നത് താഴെയുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസും ലിങ്ക് ചെയ്യിക്കാം. ഇവിടെ നമ്മൾ ആദ്യം ഡ്രൈവിംഗ് ലൈസൻസാണ് ലിങ്ക് ചെയ്യിക്കുന്നത്. അതിനായിട്ട് സാരഥിയുടെ താഴെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. തുടർന്ന് നമുക്കിങ്ങനെ ഒരു പേജ് ലഭിക്കും. ഇവിടെ DL നമ്പർ എന്നെഴുതിയിരിക്കുന്നത് കാണാം. ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണിത്. പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറിനൊക്കെ 15 ഡിജിറ്റ് കാണും, അക്ഷരങ്ങളും അക്കങ്ങളും ഉൾപ്പെടെ. ഇവിടെ മുകളിൽ DL നമ്പർ എന്ന് പറഞ്ഞ് ആ 15 ഡിജിറ്റും കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം സംസ്ഥാനത്തിൻ്റെ കോഡും അതിനുശേഷം RTO കോഡുമാണ്. RTO കോഡ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കൊടുക്കണം. ആ സ്പേസ് ഇവിടെ കാണിച്ചിട്ടുമുണ്ട്. ഇനി ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഇതിൽ 10 ഡിജിറ്റേ ഉള്ളൂ. ഇത് നമുക്ക് 15 ഡിജിറ്റാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ ഇത് ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടുന്നത് ആദ്യം സംസ്ഥാനത്തിൻ്റെ കോഡായ KL കൊടുക്കണം. ഉദാഹരണത്തിന് പറയുവാണ്, ഇപ്പോൾ ഇവിടെ 16 കൊടുത്തിരിക്കുന്നത് RTO കോഡ് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പേസ് കൊടുക്കുക. അതിനുശേഷം ഇയർ ഓഫ് ഇഷ്യൂ എന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തത് അതിൽ തന്നെ ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസിൽ തന്നെ ഉണ്ട്. 2013 അതിവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് 4 ഡിജിറ്റുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമ്പരും ഉണ്ട്. അതും കൂടി ചേർത്ത് ഇപ്പോൾ 13 ഡിജിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് 15 ഡിജിറ്റ് ആകാൻ 3 സീറോ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 3 സീറോയും കൂടെ കൊടുത്തതിന് ശേഷം ലാസ്റ്റിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കേണ്ടുന്നത്. ആ 4 ഡിജിറ്റുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമ്പരും കൊടുക്കുകയാണ്. ഇവിടെ സ്റ്റാർ കൊടുത്തിരിക്കുകയാണ് എക്സാമ്പിളിന് വേണ്ടി. നമ്പർ കൊടുത്താൽ ആരെങ്കിലും നമ്പർ ആയി പോകും. ഇനി നിങ്ങൾക്ക് 15 ഡിജിറ്റ് ആകാൻ 4 സീറോ കൊടുക്കണമെങ്കിൽ 4 സീറോ കൊടുക്കാം, 2 സീറോ വേണമെങ്കിൽ 2. അത് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ഇവിടെ സീറോ കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കലണ്ടർ ചൂസ് ചെയ്ത് അതേപോലെ കൊടുക്കുക. തുടർന്ന് DL ഹോൾഡേഴ്സ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്, അതായത് ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ അവസാനം ട്രാൻസാക്ഷൻ നടന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ് അവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കണം. സ്വാഭാവികമായിട്ടും കേരളമായിരിക്കും കൂടുതൽ പേർക്കും. അതല്ല മറ്റേതെങ്കിലും സ്റ്റേറ്റിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയോ മറ്റോ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം.
ഈ മൊബൈൽ വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ താഴെയായിട്ട് ഹെൽപ്പിനായിട്ടൊരു AI സിമ്പൽ കൊടുത്തിട്ടുണ്ട്. അബദ്ധത്തിൽ അതിലൊന്നും തട്ടരുത്. തട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രോസസ്സ് ആകെ അങ്ങ് ബ്രേക്കാവും. പിന്നെ ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ ഏറ്റവും മുകളിലൊരു ഇൻറ്റു മാർക്ക് കാണാം. അബദ്ധത്തിൽ ആ ഇൻറ്റു മാർക്കിൽ കൊടുത്താൽ ഇത് മൊത്തത്തിൽ അങ്ങ് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അതും ഓർത്തിരിക്കണം. ഇവിടെ ഈ ഹെൽപ്പ് സിമ്പലിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് കൊണ്ടുപോയി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് ബ്രേക്ക് ആവത്തില്ല. അതിനുശേഷം അവിടെ കാണുന്ന ക്യാപ്ച കോഡ് എന്താണോ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കും. അത് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ വലത് സൈഡിൽ റൗണ്ട് ആരോ കൊടുത്തിട്ടുണ്ട്, അതിൽ പ്രസ് ചെയ്താൽ അത് മാറി വരുന്നതുമാണ്. അങ്ങനെ ക്യാപ്ച കോഡും കൊടുത്തതിന് ശേഷം താഴെ സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ വെർച്വൽ ID എന്നും ആധാർ നമ്പർ എന്നും 2 ലിങ്കുകൾ കാണാം. ഇതിൽ വെർച്വൽ ID ആവശ്യമില്ല. നമ്മളിവിടെ ആധാർ നമ്പറിന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്തതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡറുടെ ആരുടെ പേരിലാണോ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത് ആ ആളിൻ്റെ ആധാർ നമ്പർ 12 ഡിജിറ്റുള്ള ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഈ ആധാറും ഒരു മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ 12 ഡിജിറ്റുള്ള ആധാർ നമ്പറും കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ ജനറേറ്റ് OTP എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് OTP പോകുന്നതും ആ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ് അവിടെ കാണിക്കുന്നതുമാണ്. അതിനുശേഷം ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ ഓരോ കണ്ടീഷൻസിൻ്റെ നേർക്കും ഒരു ചെക്ക് ബോക്സും ഉണ്ട്. ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. ഓരോ ചെക്ക് ബോക്സിലും ടച്ച് ചെയ്ത് കൊടുത്താൽ ടിക്ക് മാർക്ക് വന്നുകൊള്ളും. വീണ്ടും താഴോട്ട് വന്നാൽ റീസെൻ്റ് OTP എന്നൊരു ടാബുണ്ട്. നമുക്ക് OTP വന്നിട്ടില്ലെങ്കിൽ അവിടെ പ്രസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും OTP വരുത്താനുള്ള സൗകര്യമുണ്ട്. ഇവിടെ OTP വന്നിട്ടുണ്ട്, അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. നമ്മൾ വീണ്ടും താഴേക്ക് വന്നാൽ അവിടെ ഓതൻറ്റിക്കേറ്റ് എന്ന് കാണാം. ആ ഓതൻറ്റിക്കേറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ ആധാറിലെ വെബ്സൈറ്റിലുള്ള വിവരങ്ങളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് വന്നിരിക്കുന്ന കാണാം. ലൈസൻസ് ഉടമയുടെ ആധാറിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. താഴെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ ലൈസൻസ് ഹോൾഡറുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്തൊന്ന് മാറ്റി കൊടുത്താൽ ഡീറ്റെയിൽസ് വരുന്നതാണ്. ലൈസൻസ് ഹോൾഡറുടെ പേരും അതേപോലെ തന്നെ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും ഒടുവിലായി എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പർ ഇവിടെ ഇപ്പോൾ ബ്ലാങ്ക് ആണ്. പക്ഷേ ഇവിടെ നമ്പർ കാണിക്കുകയാണെങ്കിലും നമ്മൾ ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പലരും സംശയമായി ചോദിച്ചതാണ്. ഇവിടെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുക തന്നെ വേണം. നമ്പർ ഉള്ളവരും ലിങ്ക് ചെയ്യണം ആധാറുമായിട്ട്. തുടർന്ന് വരുന്ന പേജിൽ ന്യൂ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് 2 കോളംസ് കാണും. ഇവിടെ നമ്മൾ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നേരത്തെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ കാണിച്ചു എങ്കിലും വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതേ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആധാറിൽ ലിങ്ക് ചെയ്ത നമ്പർ തന്നെയാവണം. വേറെ നമ്പരൊന്നും ടൈപ്പ് ചെയ്താൽ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ലൈസൻസ് ഹോൾഡറുടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് പ്രൊസീഡിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമ്മൾ ഇപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരികയും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ വന്ന് വെരിഫൈ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും അതിനുശേഷം അവിടെ തന്നെ താഴെ പ്രൊസീഡിൽ വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പരും അതുപോലെ തന്നെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പരും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ആധാറും ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് RCയും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് പരിവാഹൻ്റെ പുതിയ അപ്ഡേറ്റഡ് വെബ്സൈറ്റിൽ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോസസ്സുകളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇവിടെ നമ്മൾ സൈറ്റിൽ പ്രവേശിച്ചാൽ നമ്മൾ നേരത്തെ കണ്ട പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇത് ക്ലോസ് ചെയ്യണം. അതിനുശേഷം നമുക്കിവിടെ 3 വരകൾ കാണാം. ആ 3 വരകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് കുറേ അധികം ലിങ്കുകൾ വരുന്നത് കാണാം. ഇതിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസുമുണ്ട്, അതേപോലെ തന്നെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസും ഉണ്ട്. മറ്റ് സർവീസുകളും ഇവിടെ കാണാം. ഇതിലേതെങ്കിലും ഒരു ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് ആണെങ്കിൽ അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി വേണം ബാക്കി കാര്യങ്ങൾ സ്റ്റേറ്റൊക്കെ തിരഞ്ഞെടുത്ത് ബാക്കി പ്രോസസ്സുകൾ ചെയ്യുവാൻ. ഇങ്ങനെ ആധാറും ഡ്രൈവിംഗ് ലൈസൻസും RCയുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടെ ചാനലിലുള്ള ഒട്ടുമിക്ക വീഡിയോകളും നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഞാനിവിടെ പെട്ടെന്ന് കാണിച്ചതേ ഉള്ളൂ. സാവകാശം നിങ്ങൾക്ക് ഇത് ഓരോന്നും എടുത്ത് നോക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ
ആർ സിയുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ ചെയ്യുന്ന പേജിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആർ സിയും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സ് ഇനി കാണിക്കുന്നുമുണ്ട്. അങ്ങനെ ലിങ്ക് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ ഇവിടെ നമുക്ക് 2 ലിങ്കുകളിലൂടെ കാണാം. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ബ്രാക്കറ്റിൽ ആധാർ ബേസ്ഡ്, അതാണ് നമുക്ക് സാധാരണ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്നതും. അത് മറ്റൊരു രീതിയിൽ പറയുന്നതേ ഉള്ളൂ. അതിന് താഴെയായിട്ട് ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് സാധിക്കാതെ വന്നാൽ അതിന് താഴെയായിട്ട് കാണുന്ന അപ്ഡേറ്റ് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആൻഡ് അപ്രൂവൽ വിൽ ബി ഡൺ അറ്റ് RTO എന്ന് ബ്രാക്കറ്റിൽ കാണാം. ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് ചെയ്ത് അതിൻ്റെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം പ്രിൻറ്റുമായി ആധാറും ഒക്കെ ആയിട്ട് വാഹന ഉടമസ്ഥൻ നേരിട്ട് RTOയിൽ പോയാണ് ഇത് ചെയ്യേണ്ടുന്നത്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്, ലിങ്ക് കൊടുത്തിരിക്കാം. ഇനി ആർ സിയുമായി ആധാർ പെട്ടെന്ന് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ കാണുന്ന ഹോമിൽ പ്രസ് ചെയ്താൽ നമ്മൾ നേരത്തെ കണ്ട പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. അവിടെ താഴെയായിട്ട് നമുക്ക് വാഹൻ എന്ന് കാണാം. അവിടെ QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എപ്പോഴും സക്സസ് ആവണമെന്നില്ല. ഞാനിവിടെ താഴെയുള്ള ആ ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ, വണ്ടി നമ്പർ ഗ്യാപ്പൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചേസിസ് നമ്പർ, ഷാസി നമ്പർ എന്ന് പറയുന്ന ചേസിസ് നമ്പർ, അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ എൻജിൻ നമ്പർ, ഇവ രണ്ടും ഫുള്ള് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് RC ബുക്കിലുണ്ടാകും. അതിനുശേഷം രജിസ്ട്രേഷൻ ഡേറ്റ്, എന്നാണോ രജിസ്റ്റർ ചെയ്ത് ആ ഡേറ്റ് ടൈപ്പ് ചെയ്യണം. കലണ്ടർ ചൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യണം. തുടർന്ന് രജിസ്ട്രേഷൻ ഫിറ്റ്നസ് വാലിഡ് അപ് ടു ഡേറ്റ് എന്ന് വരെ രജിസ്ട്രേഷൻ ഉണ്ട് എന്നുള്ളത് ഡേറ്റ് കലണ്ടർ ചൂസ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സാധാരണഗതിയിൽ 15 വർഷത്തേക്കാണ് രജിസ്ട്രേഷൻ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലത്തേക്ക് വിധമാണ് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്ത് കിട്ടുന്നതും. ഇവയെല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവയെല്ലാം ഇതുപോലെ തന്നെ നിങ്ങളുടെ RCയിൽ ഉണ്ടാകും. പഴയ RCയിൽ ഒറ്റ പേജിൽ തന്നെ ഉണ്ടാകും, ഇടത്തും വലത്തുമായിട്ട്. പുതിയ RCയിൽ 2 പേജുകളിലായിട്ടായിരിക്കും, ഫ്രണ്ട് ആൻഡ് ബാക്ക്. അതിനുശേഷം ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് താഴേക്ക് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള 2-3 ലിങ്കുകൾ കോളം കൂടി വരുന്നതാണ്. അതിനാദ്യത്തേത് രജിസ്റ്റേർഡ് ഓണറുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ ആ ആധാറിൽ രജിസ്റ്റേർഡ് ഓണറുടെ പേരെന്താണോ അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ പേരിൽ വ്യത്യാസം വരുമ്പോഴൊക്കെയാണ് ലിങ്ക് ആവാതെ വരുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ RTOയിൽ നേരിട്ട് ചെയ്യേണ്ടുന്ന അവസ്ഥ വരുന്നതും. അതിനും തൊട്ട് താഴെയായിട്ട് മൊബൈൽ നമ്പർ ആസ് പെർ ആധാർ, അതായത് വാഹന ഉടമയുടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ മുകളിലായി നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നൊരു ലിങ്ക് ഉണ്ട്, അവിടെ പ്രസ് ചെയ്ത് കൊടുക്കരുത്. പിന്നെ ഒന്നേന്ന് ചെയ്ത് വരേണ്ടി വരും. അങ്ങനെ ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് ചെക്ക് ബോക്സിൽ I അഗ്രിയിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം വെരിഫൈ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ സെയിം മൊബൈൽ നമ്പർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്പറും വണ്ടി നമ്പറും ഒക്കെ കാണിച്ചിരിക്കുന്നത് കാണാം. ഇത് ലിങ്ക്ഡ് ആണ്, ഓൾറെഡി ലിങ്ക് ചെയ്തതാണ്. ഇങ്ങനെയാണ് നമുക്ക് സ്റ്റാറ്റസ് അറിയുവാൻ സാധിക്കുന്നതും. എന്നാൽ ലിങ്ക്ഡ് അല്ലെങ്കിൽ നിലവിൽ വാഹന ഉടമയുടെ RCയിലുള്ള പേരും മൊബൈൽ നമ്പരും ഇവിടെ കാണിക്കുന്നതും. തൊട്ട് താഴെ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ പേരിൽ മിസ്മാച്ച് വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് ചെയ്യേണ്ടി വരിക. ഇവിടെ ഓക്കെ ആണെങ്കിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ ആധാറിലെ മൊബൈൽ നമ്പർ RCയുമായി ലിങ്ക്ഡ് ആയിട്ടുണ്ട്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.